ശാലോം പ്രേക്ഷകർക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയും സമാധാനവും. മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 24 തിരുവചനം. ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇന്ന് മെയ് 31 നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ തിരുനാൾ. കഴിഞ്ഞ ഒരു മാസം അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിച്ച മാസമായിരുന്നു അമ്മയുടെ വണക്ക മാസം, അമ്മയെ വണങ്ങുന്ന മാസം. ഈ മാസത്തിൻ്റെ സമാപനത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ അമ്മയോടുള്ളൊരു സ്നേഹവും ആദരവും പങ്കുവെക്കുകയാണ്. ഈ വണക്ക മാസം എന്നാൽ അവരെ പ്രത്യേകമായിട്ട് വണങ്ങുന്നു. വണക്കമാസം നമ്മുടെ ഇടയിൽ, നമ്മുടെ പൂർവികരുടെ ഇടയിൽ നമ്മുടെ മാതാപിതാക്കൾ വളരെ ശക്തമായിട്ട് ശ്രദ്ധിച്ചിരുന്ന പ്രാർത്ഥനാ ശൈലിയായിരുന്നു. ഓരോ മാസവും പ്രത്യേകമായിട്ട് വണങ്ങുക, ഓരോ വ്യക്തികൾക്ക് വേണ്ടി വണക്കുക, മാറ്റിവെക്കുക. വണക്കമാസം നമ്മുടെ കുടുംബങ്ങളിൽ വളരെ ശക്തമായിട്ട് നിന്നിരുന്നെങ്കിലും പിന്നീട് ഒരു കാലഘട്ടത്തിൽ വണക്കമാസത്തിന് പ്രസക്തിയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അത് പിൻനിരയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. വണക്കമാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു മാസത്തിൽ ഒരു വിശുദ്ധയെ ഏറ്റവും പ്രധാനപ്പെട്ടവരെ ഓർക്കുക. നാം ആരെയൊക്കെയാണ് സ്മരിക്കുക, ആരൊക്കെയുള്ള വണക്കമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക? ധാരാളമുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ പരിശുദ്ധ അമ്മ, തുടർന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവ്, തിരുഹൃദയത്തോടുള്ള ഭക്തി. ഇങ്ങനെ വണക്കമാസത്തിൽ ഓരോ പ്രദേശത്തിനും ഓരോ സാഹചര്യങ്ങളും അനുസരിച്ച് വ്യത്യസ്തതയുള്ളതായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ വണക്കമാസത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള വണക്കമാസം, തിരുഹൃദയത്തോടുള്ള ഭക്തി, അത് വളർത്തുന്നതിന് വേണ്ടി, അത് നമ്മെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വളരെ നൂറ്റാണ്ടുകളായിട്ട് നിലനിർത്തി കൊണ്ടുവന്നിരുന്ന കൈമാറി പകർന്നു നൽകിയിരുന്ന നല്ലൊരു പാരമ്പര്യമാണ്. ഒരു ദിവസം കൊണ്ട് രൂപപ്പെട്ടതല്ല, നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ടതാണ് വണക്കമാസം. അത് വിശ്വാസ ജീവിതത്തിൽ അതിനുള്ളൊരു പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുകയാണ് ഇന്നത്തെ ഈ അവസരത്തിൽ നാം. ഗൗദേത്തെ എക്സുൾത്താത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വളരെ പ്രധാനപ്പെട്ട അപ്പസ്തോലിക പ്രബോധനമാണ്. 2018 മാർച്ച് 19 പുറത്തിറക്കിയ അപ്പസ്തോലിക പ്രബോധനം. അതിൻ്റെ കാതൽ എന്താണ്? അത് ലക്ഷ്യം വെക്കുന്നത്, അത് മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 48 തിരുവചനം. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതായത് നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ പ്രമേയം ചർച്ച ചെയ്യുന്നത് ആദ്യം മുതൽ അവസാനം പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് ആ ഗ്രന്ഥം അവസാനിക്കുമ്പോൾ, അപ്പസ്തോലിക പ്രബോധനം അടച്ചു വെക്കുമ്പോൾ പൂർണ്ണമായിട്ടും മത്തായിയുടെ സുവിശേഷം 5:48 കർത്താവ് നമ്മളോട് പറയുന്ന വചനം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഉദ്ബോധിപ്പിക്കുകയാണ്. എന്താണ്? വിശുദ്ധിയിൽ ജീവിക്കുക. വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് കുറച്ച് പേർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതല്ല, നമുക്കെല്ലാവർക്കുമുള്ള ഉത്തരവാദിത്വമാണ്, കടമയാണ്. അത് നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ഒരു ക്രൈസ്തവനും ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. അതിന് കോംപ്രമൈസ് ഇല്ല. എന്നാൽ എനിക്ക് സാധിച്ചാൽ ഞാൻ വിശുദ്ധയാകാം, അങ്ങനെ ഒന്ന് ചിന്തിക്കുവാൻ കഴിയുകയില്ല എന്ന മാർപ്പാപ്പ കൃത്യതയോടുകൂടി പഠിപ്പിക്കുക. മാമോദിസ സ്വീകരിച്ചപ്പോൾ ആഡംബരത്തിൽ നിന്ന്, പിശാചിൻ്റെ ആഡംബരത്തെ നീ ഉപേക്ഷിക്കുന്നുവോ എന്നൊരു ചോദ്യം ഉത്തരമായിട്ട് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ വിശുദ്ധിയാകുമോ എന്ന ചോദ്യം. അതെ, അതിന് ഉത്തരവുണ്ട്. ഞാൻ വിശുദ്ധിയാകും. ഞാൻ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കതിന് സാധിക്കുകയില്ല എന്ന് പറയുന്നത് ദൈവവുമായി ചെയ്ത ഒരു ഉടമ്പടിക്ക് എതിരല്ലേ? അപ്പോൾ നാം വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിട്ടുള്ളത്. നാം വിശുദ്ധിയിൽ ജീവിച്ചേ പറ്റൂ, അതിന് പരിശ്രമിച്ചേ പറ്റൂ. ഇതാണ് മാർപ്പാപ്പ സമർത്ഥിക്കുന്നത്. നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കണം.
ഈ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടി അതിനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. അതിനുള്ള മാർഗങ്ങൾ കൂടി മാർപ്പാപ്പ തൻ്റെ പ്രബോധനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങൾ ഈ വണക്കമാസത്തോട് ചേർന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരിക. ഒന്ന്, വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ വിശുദ്ധരോടുള്ള സ്നേഹവും കൂട്ടായ്മയും ശക്തിപ്പെടുത്തണം. അതിന് മാർപ്പാപ്പ പറയുന്നത്, നമ്മുടെ നാമത്തിന് കാരണഭൂതരായ വിശുദ്ധരുണ്ട്, അവരെ നന്നായിട്ട് ഓർക്കണം, അവരുടെ ജീവിതം പഠിക്കണം. പിന്നെ ഈ വിശുദ്ധരുടെ ഐക്യമുണ്ട്, ഒരു പുണ്യവാന്മാരുടെ ഐക്യം. ആ വിശുദ്ധരോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സ്നേഹത്തിലേക്ക് നമ്മെ അവർ കൊണ്ടുവരും. അവർ നമ്മുടെ അടുത്തേക്ക് വരും, നമ്മെ പഠിപ്പിക്കും, വിശുദ്ധിയുടെ മാർഗങ്ങൾ പഠിപ്പിക്കും. എങ്ങനെയാണ് അവരുടെ ഒരു പുസ്തകം വായിക്കുമ്പോൾ, അവരെക്കുറിച്ചൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ, അവരെഴുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അവരുടെ ജീവിതകഥ നാം പഠിക്കുമ്പോൾ, ആ വിശുദ്ധരുടെ കൂട്ടായ്മ നമ്മെ ശക്തിപ്പെടുത്തും. അത് നമുക്ക് ഒരു കരുത്താകും. അത് നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളൊക്കെ ഉള്ള ഒരു കൂട്ടായ്മയുണ്ട്. എന്നാൽ അതിനപ്പുറത്തായിട്ട് നമുക്ക് നല്ല സുഹൃത്തുക്കളുമുണ്ട്. ആ സുഹൃത്തുക്കൾ നമ്മുടെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അവസരത്തിൽ ഒരു കരുത്തല്ലേ? ആത്മീയ ജീവിതത്തിലെ വിശുദ്ധരുടെ കൂട്ടായ്മ ഒരു കരുത്താണ്, ശക്തിയാണ് വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കണം, വിശുദ്ധരെ അനുസ്മരിക്കണം. വിശുദ്ധർ നമ്മുടെ സൗഹൃദമാണ്. അതുകൊണ്ട് വിശുദ്ധ ഡൊമിനിക് സാവിയോ തൻ്റെ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ തൻ്റെ ഡയറിയിൽ എഴുതി, എനിക്കിനി 3 കൂട്ടുകാരേ ഉള്ളൂ. പരിശുദ്ധ അമ്മ, വിശുദ്ധ യൗസേപ്പിതാവ്, ഉണ്ണിയേശു. എനിക്കിനി 3 കൂട്ടുകാരേ ഉള്ളൂ. കണ്ടോ, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കൊച്ചു പയ്യൻ തനിക്ക് ഈശോയുമായിട്ടുള്ള വലിയ സ്നേഹത്തിലാകുമ്പോൾ ആ സഖ്യം, ആ സംഘം, അത് വിശുദ്ധരുടെ സംഘമാണ്. നമുക്ക് അങ്ങനെ ഈ മാർപ്പാപ്പ തൻ്റെ വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ വിളിയിൽ നമ്മോട് ആഹ്വാനം ചെയ്യുക, നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധരുടെ കൂട്ടായ്മ നമുക്ക് പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണം. അത് ഒരാൾ മാത്രമല്ല, കൂടുതൽ ആളുകളെ നമുക്ക് ക്ഷണിക്കുവാൻ കഴിയും. വിശുദ്ധ കൊച്ചു തെരേസ്യ പറയുന്നുണ്ട്, വേദപാരംഗതയല്ലേ വിശുദ്ധ കൊച്ചു തെരേസ്യ, നമുക്കെല്ലാം നല്ല പരിചയം. വിശുദ്ധ പറയുകയാണ്, എനിക്ക് എത്രയോ വിശുദ്ധരെ നന്നായിട്ട് അടുത്തറിയാം. ഈ അടുത്ത നാളിലാണ് ഞാൻ വിശുദ്ധ എലിസബത്തിനെ പരിചയപ്പെടുന്നതെന്ന്. നമുക്ക് നമ്മുടെ യാത്രയിൽ നമ്മുടെ സുഹൃത്തുക്കളെ, ഒരു പുതിയ സുഹൃത്തിനെ പരിചയപ്പെട്ടു എന്നതുപോലെയാണ് തൻ്റെ ഹ്രസ്വമായ വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ 24 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ അവർ തൻ്റെ ജീവിതത്തിൻ്റെ സമാപനത്തിൽ എഴുതി വെക്കുകയാണ്, എനിക്ക് എത്രയോ വിശുദ്ധരുമായിട്ട് നല്ല സൗഹൃദമാണ്. ഈ അടുത്ത കാലത്താണ് ഞാൻ വിശുദ്ധ എലിസബത്തിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മാർപ്പാപ്പ പറയുകയാണ്, വിശുദ്ധിയിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, വിശുദ്ധരോട് കൂടുതൽ സൗഹൃദമുണ്ടാകണം. അപ്പോൾ ഈ വണക്കമാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ വിശുദ്ധരായ അമ്മയും യൗസേപ്പിതാവും, വിശുദ്ധിയിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന തിരുഹൃദയത്തോടുള്ള വലിയ ആഴമായ ഭക്തി, ഇത് നമുക്ക് നമ്മിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് വിശുദ്ധിയിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധരുടെ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആ ക്രമത്തിൽ നമുക്ക് കൂടുതൽ ആഴത്തിൽ അടുപ്പമുണ്ടാകുന്നതിന് വേണ്ടി അവരോടുള്ള പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്നതാണ് വണക്കമാസം. പരിശുദ്ധ അമ്മയോടുള്ള വണക്കമാസം, വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള വണക്കമാസം, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളുമായിട്ട് നമുക്ക് സംവദിക്കുവാൻ കഴിയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും. അവരോടുള്ള, അതായത് വിശുദ്ധിയിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു മാസം. അപ്പോൾ അവർ നമ്മോടൊപ്പം അവർ സ്വർഗത്തിലേക്ക് വരേണ്ടവരാണ്. എന്നാൽ അവരുടെ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടാനുള്ളത് കൊണ്ട് അവരും ഈ സഖ്യത്തിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടൊരു പ്രത്യേകമായ വണക്കമാസം. അപ്പോൾ ഈ വണക്കമാസത്തിൻ്റെ പ്രത്യേകത അവർ വിശുദ്ധരെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കുക, വിശുദ്ധരുമായിട്ടുള്ള അവരുടെ ആഴമായ ജീവിതം മനസ്സിലാക്കുന്നതിനാണ്. രണ്ടാമതായിട്ട്, ഈ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് നമ്മെ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധി സാധ്യമാകണമെങ്കിൽ എല്ലാ വിശുദ്ധരും പിന്തുടർന്ന മാർഗം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന, ജീവിത രീതി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ.
ഈശോ അപ്പസ്തോലന്മാരോട് പറയുക, നിങ്ങളിപ്പോഴും ഉറങ്ങി വിശ്രമിക്കുകയാണോ? പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥനയാണ് വിശുദ്ധിയിലേക്ക് ഉള്ള യാത്രയിൽ നമ്മെ സഹായിക്കുക. പ്രാർത്ഥനയിൽ ആകാത്ത, പ്രാർത്ഥനയെ സ്നേഹിക്കാത്ത, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്ത ആർക്കും വിശുദ്ധരാകാൻ സാധിക്കുകയില്ല. അത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നുണ്ട്. ദൈവിക രഹസ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടണമെങ്കിൽ നാം നിരന്തരം പ്രാർത്ഥനയിലായിരിക്കണം. ആ പ്രാർത്ഥനയുടെ സ്നേഹത്തിൽ നാം വളരുകയാണെങ്കിൽ ലൗകികമായ ചിന്തകൾ, 10 കൽപ്പനകൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ദൂരെ മാറി നിൽക്കുമെന്നാണ് ആ വേദപാരംഗതൻ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിക്കുക. നിരന്തരമായ പ്രാർത്ഥന അത് നമുക്കുണ്ടായിരിക്കണം. അത് ഈശോ തന്നെയാണ് നമുക്ക് നല്ല മാതൃക നൽകുന്നത്. യോർദാൻ നദിയിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചതിന് ശേഷം അവിടുന്ന് കരയിലേക്ക് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്നു. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാത്രി മുഴുവനും പ്രാർത്ഥനയിലായിരുന്നു. മലയുടെ മുകളിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യരോടൊപ്പം താബോർ മലയുടെ മുകളിൽ എത്തുമ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈശോ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ നിമിഷങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഗേസമൻ തോട്ടത്തിലെ ആയിരിക്കുമ്പോൾ പ്രതിസന്ധികളുടെ ഏറ്റവും വലിയ നടുവിലും നിരാശയിലേക്ക് പോകാതെ, എല്ലാം തകർന്നു എന്ന് കരുതാതെ, ആ കുരിശുകളെയും പ്രതിസന്ധികളെയും ഏറ്റെടുക്കാനുള്ള കരുത്ത് നൽകണമേ, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. രക്തം വിയർപ്പ് തുള്ളികളായിട്ട് ഒഴുകുകയല്ലേ. പ്രാർത്ഥന അത് സന്തോഷത്തിൻ്റെ അവസരത്തിലും ദുഃഖത്തിൻ്റെ അവസരത്തിലും ആശ്രയിക്കുന്ന എവിടെയാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നാൽ പിതാവുമായ ബന്ധം, നമുക്ക് പരിശുദ്ധ ത്രിത്വവുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ പ്രാർത്ഥന. ഈ ബന്ധം പൂർണ്ണമായിട്ട് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയിൽ എന്നും ജീവിക്കുവാൻ സാധിക്കും. പ്രലോഭനങ്ങളെ നമുക്ക് ചെറുക്കുവാൻ സാധിക്കും. കൂടുതൽ തീഷ്ണതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രാർത്ഥനയാണ് വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ വിശുദ്ധിയിലേക്ക് നിങ്ങൾ ജീവിക്കുക എന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഓർക്കുക, പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്ത, പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്കും വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല. അതല്ലെങ്കിൽ പ്രലോഭനത്തെ തകർക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ വർഗം പുറപ്പെടൂ. അതായത് തിന്മയുടെ ശക്തിയെ പ്രതിരോധിക്കണമെങ്കിൽ, നമുക്ക് ചുറ്റുമുള്ള പിശാചിൻ്റെ കോട്ടകളെ തകർക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ ആഴപ്പെടണമെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ മാർപ്പാപ്പ തൻ്റെ പ്രബോധനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നാം എല്ലാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിന് വിശുദ്ധരുമായിട്ടുള്ള സൗഹൃദം നമുക്കുണ്ടായിരിക്കണം. അതിന് പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ വണക്കമാസം എന്നാൽ നാം പ്രാർത്ഥിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ്. ഈ പ്രാർത്ഥന വിവിധ രീതികളിൽ നമുക്കുണ്ട്. നമ്മുടെ എല്ലാ ദിവസവും എല്ലാവർക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. ഏറെ പ്രത്യേകിച്ച് സാധാരണക്കാരായ കർഷകരാണെങ്കിൽ കാർഷിക വൃത്തിയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാഹചര്യമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, ദേവാലയമില്ലാത്ത സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് മതസ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ, അവർക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പ്രാർത്ഥിക്കുവാനുള്ള അവസരം അവർക്ക് ലഭിക്കുകയും ചെയ്യണം. ഈ പ്രാർത്ഥിക്കുന്നത് രക്ഷാകര രഹസ്യങ്ങളാണ്. രക്ഷാകര രഹസ്യങ്ങളെ പാസ്കൽ മിസ്റ്ററി, പെസഹ രഹസ്യങ്ങൾ, ആ ത്രിത്വത്തിൻ്റെ വലിയ രഹസ്യം, യേശുവിൻ്റെ ജീവിതമാകുന്ന ആ വലിയൊരു രഹസ്യം, യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുക, പഠിക്കുക, അതാണ് പ്രാർത്ഥന. ഓരോ നിമിഷവും ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് ഈശോയെക്കുറിച്ചുള്ള ചിന്തകളാണ്. ആ ചിന്തകളെ പ്രാർത്ഥന എന്നാണ് നാം വിശേഷിപ്പിക്കുന്നത്. അതാണ് നമുക്കുണ്ടായിരിക്കേണ്ടതും. അപ്പോൾ ഇവിടെ നമുക്ക് വിശുദ്ധരോടുള്ള സൗഹൃദത്തിൽ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുകയാണ് ഈ വണക്കമാസം. നമ്മുടെ വീടുകളിൽ ദിവ്യബലിയിൽ എന്നും പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നിരന്തരം പ്രാർത്ഥനയിലായിരിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഈ അപ്പസ്തോലിക പ്രബോധനം. നമുക്ക് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഒരുമിച്ച് കുടുംബാംഗങ്ങൾ
കുറച്ച് നേരമെങ്കിലും പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. കുറച്ച് സമയമെങ്കിലും സന്ധ്യാപ്രാർത്ഥന, വൈകുന്നേരം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് എത്രയധികം തിരക്കുകളുണ്ടെങ്കിലും പ്രാർത്ഥിക്കുവാൻ കുറച്ച് സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് വിശുദ്ധ ജീവിതത്തിന് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, പിതാമഹന്മാർ, മാതാപിതാക്കൾ രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ച ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. വൈകുന്നേരം 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. ജപമാല, വണക്കമാസം, മറ്റ് പ്രാർത്ഥനകൾ, ഇത് എല്ലാം ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് എങ്ങനെയാണ് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിച്ചത്? ഇന്ന് കുറച്ച് സമയം പോലും ശാന്തതയോടുകൂടി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുവാൻ നമുക്ക് കഴിയാതെ വരുന്നതിന് കാരണം പിശാചിൻ്റെ പ്രലോഭനങ്ങളാണ്. ആ പ്രലോഭനങ്ങളെ എതിർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. സാധാരണക്കാരായ വ്യക്തികൾക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വിവിധ മാർഗങ്ങളാണ് നമുക്ക് നൽകുക. ജപമാല നമുക്കുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണ് വണക്കമാസം. ഇത് പാരമ്പര്യമായിട്ട് നമുക്ക് ഉണ്ട്. ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. വണക്കമാസത്തിന് ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോടുള്ള വണക്കമാസമാണ് ആദ്യം രൂപപ്പെട്ടു വന്നത്. അമ്മയോടുള്ള സ്നേഹത്തിൽ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് ജപമാല കടന്നു വന്നു. പിന്നീട് അമ്മയോടുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ കടന്നു വരികയാണ് വണക്കമാസം. അപ്പോൾ വണക്കമാസം നമുക്ക് ഒരു ദിവസം കൊണ്ട് ലഭിച്ചതല്ല, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് അതിനുള്ളത്. അത് തലമുറകൾ പകർന്ന് പാരമ്പര്യം കൈമാറി നമുക്ക് ലഭിച്ചതാണ്. വീടുകളിൽ കുർബാനയ്ക്ക് പകരം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ശൈലി, അതാണ് വണക്കമാസം. അപ്പോൾ വണക്കമാസത്തിൽ ജപമാല നാം ചൊല്ലുന്നു പരിശുദ്ധ അമ്മയോടൊപ്പം. പിന്നീട് വിശുദ്ധരെക്കുറിച്ചുള്ള ചിന്തകൾ, അത് നമ്മൾക്ക് ഈ വണക്കമാസം നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്തും, കുടുംബങ്ങളെ ഒരുമിച്ച് നിർത്തും, വിശുദ്ധരാകുവാൻ നമ്മെ സഹായിക്കും. ദൈവവിളികൾ രൂപപ്പെടും നമ്മുടെ കുടുംബങ്ങളിൽ. വ്യക്തിപരമായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ദിവ്യബലി കാണുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് എൻ്റെ 12ാമത്തെ വയസ്സിലാണ് ഞങ്ങൾക്ക് ഇടവക ഒരു ദേവാലയം കൃത്യതയോടുകൂടി കടന്നു വരികയും ഇടവകയൊക്കെ ഉണ്ടാകുന്നത്. അതുവരെ ഞങ്ങൾക്ക് ദിവ്യബലിയിൽ വല്ലപ്പോഴും ഒരിക്കൽ സംബന്ധിക്കുവാനുള്ള സൗകര്യമേ ഉണ്ടായിരുന്നുള്ളൂ. 5 കിലോമീറ്റർ അകലെ ഉള്ള പള്ളിയിലേക്ക് ഞങ്ങൾ കുട്ടികളെ കൊണ്ടുപോകുവാൻ മാതാപിതാക്കൾക്ക് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം 2 പുഴ കടന്നു വേണം പോകുവാൻ. റോഡ് സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല, വലിയ കാട്. അങ്ങനെ ഉള്ള സൗകര്യങ്ങളില്ലാതിരുന്ന അവസരത്തിൽ വീട്ടിൽ മാതാപിതാക്കൾ, ഞങ്ങളുടെ അപ്പനും അമ്മയും പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു പ്രാർത്ഥനയിൽ. അത് ജപമാലയുണ്ടായിരുന്നു. ജപമാല കഴിഞ്ഞാൽ ഞാൻ ഓർക്കുകയാണ് യൗസേപ്പ് പിതാവിനോടുള്ള പ്രത്യേകമായ ഭക്തി. വണക്കമാസം, മെയ് മാസം മുഴുവനും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള വണക്കമാസം. ജൂൺ മാസത്തിൽ തിരുഹൃദയത്തോടുള്ള വണക്കമാസം. നവംബർ മാസം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ, വണക്കമാസം. ഇങ്ങനെ ഈ 4 വണക്കമാസം എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ വണക്കമാസത്തിൽ അവിടെ വലിയൊരു വേദോപദേശമാണ്, കാറ്റക്കിസമാണ്. വളരെ ഭംഗിയായ കാറ്റക്കിസമാണ് ഈ വണക്കമാസത്തിലുള്ളത് എന്ന് ഇത് രൂപം നൽകിയ ദൈവശാസ്ത്രജ്ഞന്മാർക്ക്, ആത്മീയ പിതാക്കന്മാർക്ക് കൃത്യമായ ചിന്തയുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഓരോ വിശ്വാസിയും ദൈവശാസ്ത്രം പഠിക്കണം. അതായത് പെസഹ രഹസ്യത്തെക്കുറിച്ച് പഠിക്കണം. 1ാമത്തെ ഭാഗത്ത് ഈ വണക്കമാസം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു വിശദീകരണമാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള വണക്കമാസമാണെങ്കിൽ ആ വണക്കമാസത്തിൽ ആദ്യ ഭാഗത്ത് ഒരു ധ്യാനമാണ്. രക്ഷാകര ചരിത്രത്തിൽ വിശുദ്ധ യൗസേപ്പിനുള്ള സ്ഥാനം എന്തായിരുന്നു, എങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതിയോട് വിശുദ്ധ യൗസേപ്പ് പിതാവ് സഹകരിച്ചത്, എങ്ങനെയാണ് അവിടുത്തെ അനുസരിച്ചത്, ദൈവത്തിൻ്റെ പദ്ധതികളിൽ ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് എങ്ങനെ ക്രമീകരിക്കുന്നു, അവിടുത്തെ പരിപാലന എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ യൗസേപ്പ് ജീവിച്ചു. ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ 1ാമത്തെ ഭാഗം ഒരു ദിവസം എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഇതിനൊരു കാറ്റക്കിസമാണ്. പെസഹ രഹസ്യങ്ങൾ, രക്ഷാകര രഹസ്യത്തിൽ എങ്ങനെ വിശുദ്ധർ പങ്കുചേർന്നു, അത് വിശുദ്ധ യൗസേപ്പ് പിതാവ് എങ്ങനെ പങ്കുചേർന്നു, അത് വായിക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ എത്ര ഡീപ്പാണ്,
എത്ര ആഴമുള്ള പഠനമാണ് നമുക്ക് നൽകുക. ഉത്തമമായൊരു കാറ്റഗിസമാണ് നൽകുന്നത്. വെറുതെ ഒരു ഭക്തിയല്ല. ചിലരൊക്കെ പറയാറുണ്ട് വണക്കമാസം ഒരു ഭക്തി പ്രചരിപ്പിക്കുന്നതാണ്. അത് ഭക്തിയല്ല, അത് ത്രിത്വത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു വഴിയാണ് വണക്കമാസം. അതാണ് അതിൻ്റെ ഒന്നാം ഭാഗത്ത് നമുക്ക് ദർശിക്കുവാനും പഠിക്കുവാനും സാധിക്കുക. രണ്ടാമതായിട്ട് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഈ രക്ഷാക രഹസ്യങ്ങളുള്ള യാത്രയിൽ വിശുദ്ധ യൗസേപ്പിതാവിനോടുകൂടെ ചേർന്ന് സഞ്ചരിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് എന്ത് സംഭവിച്ചു? അത്തരം ഉദാഹരണങ്ങളാണ് രണ്ടാം ഭാഗത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ ധ്യാനവും അതിൻ്റെ ഉദാഹരണവും ചേർത്ത് വെച്ച് സുഹൃത ജപം. ഒരു ദിവസം നിരവധി തവണ ആവർത്തിക്കണം സുഹൃത ജപം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, കുടുംബങ്ങളുടെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുഹൃദയമേ, ഞങ്ങൾക്ക് കൂടെ ആയിരിക്കണമേ എന്ന് ഇങ്ങനെ ഒരു സുഹൃത്ത് ജപം ചൊല്ലുവാൻ പഠിക്കുകയാണ്. അപ്പോൾ അതെത്ര മനോഹരമാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, ഒരു 3 മിനിറ്റ് പോലും ഈശോയെക്കുറിച്ച് ഓർക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല എന്ന്. അപ്പോൾ വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ സുഹൃത ജപത്തിന് എത്ര പ്രസക്തിയാണ് ഉള്ളത്. നിരന്തരം നമുക്ക് ആവർത്തിക്കുവാൻ കഴിയും. ഏത് മേഖലയിൽ ജോലി ചെയ്താലും ആ ഒരു ദിവസത്തെ സുഹൃത ജപം, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ ദീ, നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? അപ്പോൾ അതിനുള്ളതാണ് എൻ്റെ സുഹൃത ജപം. അതോടൊപ്പം ദൈവത്തെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ പരസ്നേഹവും. നമുക്ക് പരസ്നേഹ പ്രവൃത്തികൾ എന്താണ് ഇന്ന് ചെയ്യുവാൻ സാധിക്കുന്നത് പഠിപ്പിക്കുക. വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഒരു കൊച്ചു പുസ്തകം, വണക്കമാസത്തിൻ്റെ പുസ്തകം, എത്ര നന്നായിട്ടാണ് ഒരു ക്രൈസ്തവനെ, ഒരു വിശ്വാസിയെ പഠിപ്പിക്കുന്നത്. എങ്ങനെ നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും? വരും തലമുറകൾക്ക് വലിയൊരു സമ്പത്താണ്. എൻ്റെ വീട്ടിലത് വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ വായിക്കുന്നതിന് വേണ്ടി, വണക്കമാസം വായിക്കുന്നതിന് എനിക്ക് വലിയ താല്പര്യമായിരുന്നു. ഞാൻ അതിനോട് വളരെയധികം ശ്രദ്ധയോടുകൂടി അതിലെ ഗാനങ്ങളും എല്ലാം പങ്കെടുത്തിരുന്നു. മനോഹരമായ നിമിഷങ്ങൾ ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരുപക്ഷെ എൻ്റെ ദൈവവിളിയെ വളരെയധികം സ്വാധീനിച്ചു. ഒരു പുരോഹിതനാകാൻ എനിക്ക് പ്രചോദനം നൽകിയത് ഒരു കാരണം ഈ വണക്കമാസം വായിക്കുന്നത് കൊണ്ടായിരുന്നു. കൊച്ചു കാലത്ത് പഠിച്ച പാട്ട് ഇപ്പോഴും മനസ്സിൽ, എന്തോ നീ തിരഞ്ഞു വന്നീ വൻപാപിയുള്ളിൽ, എന്തോ നീ തിരഞ്ഞു വന്നു, പുല്ലൂരി മുട്ടും പൊട്ടി ടെല്ലുകൾ വെളിപ്പെട്ട്. ഒരു ദൈവശാസ്ത്രി ഈശോയുടെ പീഡാസഹനം ആ തിരുഹൃദയത്തിൻ്റെ ജപമാലയിൽ പഠിച്ച പാട്ട്, അത് ഹൃദയത്തിൽ സ്വാധീനിച്ച് അന്ന് പഠിച്ചത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മായാതെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എത്രയോ ഭംഗിയോടെ ഞാൻ ഓർക്കുകയാണ്. ഒരു ദൈവവിളിക്ക് രൂപം നൽകാൻ ആ വണക്കമാസം സഹായിച്ചു. യൗസേപ്പിതാവിനോടുള്ള മനോഹരമായ ഗാനങ്ങൾ, പരിശുദ്ധ അമ്മയുടെ വണക്കമാസം, അതെല്ലാം നമ്മെ സഹായിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിട്ടുള്ളത്. നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശുദ്ധർ നമ്മോടൊപ്പം ഉണ്ടാകണം. അവരുടെ സൗഹൃദം നമുക്കുണ്ടാകണം. അതിന് വണക്കമാസത്തിൽ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേപ്പിതാവിനോടുമുള്ള സ്നേഹത്തിന് നമുക്ക് ഓരോ മാസവും മാറ്റിവെക്കുന്നത് എത്രയോ ഭംഗിയാണ്. തിരുഹൃദയം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴക്കടലല്ലേ. തിരുഹൃദയത്തിന് വേണ്ടി ഒരു ജൂൺ മാസം മാറ്റിവെക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് എത്രയോ സഹായമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ നമ്മൾ ഓർക്കുമ്പോൾ അത് അവരെ സഹായിക്കുക, പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് വണക്കമാസത്തോടുള്ള ഒരു മാസം പ്രത്യേകമായി വണങ്ങുകയാണ് വിശുദ്ധരെ, നമ്മുടെ അമ്മയെയും വിശുദ്ധ യൗസേപ്പിതാവിനെയും. തിരുഹൃദയത്തോടുള്ള നമ്മുടെ ഭക്തിയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. നാം അത് വിട്ടുപോയെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ആരംഭിക്കാം. ഇന്ന് നാം പരിശുദ്ധ അമ്മയുടെ വണക്കമാസം അവസാനിപ്പിക്കുമ്പോൾ അത് നമുക്ക് അമ്മയുടെ എത്രയോ സ്നേഹത്തിൽ നമുക്ക് വളരാൻ സാധിച്ചു. നമ്മെ സഹായിക്കുന്നതാണ്. അമ്മ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. അമ്മയോടുള്ള സ്നേഹം ആ തണലിൽ, അമ്മയുടെ കാപ്പയുടെ ചുവട്ടിൽ അതിൽ നാം പൊതിയപ്പെട്ടാൽ എത്രയോ മനോഹരമാണ്, ഭംഗിയാണ്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കുക, നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധരാകണമെങ്കിൽ നാം വിശുദ്ധരുടെ കൂട്ടായ്മ, ഐക്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. വിശുദ്ധരോടൊപ്പം നമുക്ക് സൗഹൃദത്തിലാകണമെങ്കിൽ നാം നിരന്തരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിനുള്ള വിവിധ രൂപങ്ങൾ നമുക്കുണ്ട്, രീതികളുണ്ട്. അതിലേറ്റവും
പ്രധാനപ്പെട്ട ഒന്നാണ് വണക്കമാസം. അത് നമ്മുടെ പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പ് പിതാവും ഈശോയും ഈ തിരുക്കുടുംബത്തിനോടൊപ്പം നമുക്ക് വണങ്ങാം, പ്രാർത്ഥിക്കാം. നമുക്ക് സഭയിലുണ്ടായിരുന്ന, നമ്മുടെ പിതാമഹന്മാർക്കുണ്ടായിരുന്ന, മാതാപിതാക്കന്മാർക്കുണ്ടായിരുന്ന പ്രാർത്ഥനാ ശൈലി, ആഴമായ പ്രാർത്ഥനാനുഭവം, അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്തിന്? വിശുദ്ധരാകാൻ. നമുക്ക് വിശുദ്ധരാകുവാൻ കഴിയുകയില്ലേ? തീർച്ചയായിട്ടും നമുക്ക് വിശുദ്ധരാകണം. അതിന് മറ്റൊരു തിരഞ്ഞെടുപ്പ് നമുക്ക് ആവശ്യമില്ല. എനിക്ക് വിശുദ്ധരാകാൻ സാധിക്കുമോ എന്ന് നമ്മെ ഭയപ്പെടുത്തുന്നത് പിശാചാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. പിശാചിനെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് ദൂരെ നിർത്താം. നീ നിൻ്റെ ദൈവമായ കർത്താവിന് മാത്രമേ ആരാധിക്കാവൂ എന്ന വചനം എടുത്തുകൊണ്ട് പിശാചിനെ ദൂരെ നിർത്തി ഈശോയുടെ മാതൃക നമുക്ക് പിൻചെന്നുകൊണ്ട് വചനം പഠിച്ച് വചനത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രലോഭനങ്ങളെ ദൂരെ നിർത്താം. നമുക്ക് വണക്കമാസം നമ്മുടെ കുടുംബങ്ങളിൽ വായിക്കുന്ന ഒരു ശൈലി നമുക്കുണ്ടെങ്കിൽ അത് തുടരുക. ഇല്ലെങ്കിൽ നമുക്ക് ഈ ജൂൺ മാസം നമുക്ക് ആരംഭിക്കണം. ജൂൺ 1-ാം തീയതി തിരുഹൃദയത്തോടുള്ള പ്രത്യേകമായ ഭക്തി ജൂണിൽ നമുക്ക് ആരംഭിക്കാം. നവംബർ മാസം നമുക്ക് ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി, മാർച്ച് മാസം നമ്മുടെ പ്രിയപ്പെട്ട യൗസേപ്പ് പിതാവ്, മെയ് മാസം മുഴുവൻ നമ്മുടെ അമ്മയ്ക്ക് നമുക്ക് ആരംഭിച്ചുകൂടെ? നമുക്ക് വണക്കമാസം വായിക്കണം. നമുക്കതിൽ നൽകിയിരിക്കുന്ന ദൈവീയ രഹസ്യങ്ങൾ ധ്യാനിക്കണം. നമുക്ക് വിശുദ്ധിയിൽ വളരണം. അതിനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോ നൽകട്ടെ. പരിശുദ്ധ ത്രിത്വം നൽകട്ടെ. നമ്മുടെ അമ്മ നൽകട്ടെ. കുടുംബങ്ങളുടെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പ് പിതാവ് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.